Good morning, dear students. Say good morning. Okay. How are you? All are fine. Hope all are fine. Okay. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു കേട്ടോ. Okay. Wish you a happy new year. Okay. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Okay. അപ്പം 2022 കടന്നിരിക്കുകയാണ് അല്ലേ? അപ്പം എല്ലാവരും നന്നായിട്ട് നല്ല മിടുക്കരായിട്ടിരിക്കണം കേട്ടോ. ഓക്കെ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടീച്ചറിന് എടുക്കാനായിട്ട് പോകുന്നത് EVSന്റെ ക്ലാസ് ആണ് കേട്ടോ. അപ്പം നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സെം 1 കഴിഞ്ഞു. ഇപ്പം സെം 2 എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മുടെ EVSന്റെ ആദ്യത്തെ ചാപ്റ്റർ കേട്ടോ, നൈബേഴ്സ് ആൻഡ് നൈബർഹുഡ്. എന്താണ്? നൈബേഴ്സ് ആൻഡ് നൈബർഹുഡ് എന്ന് പറയുന്ന EVSന്റെ ചാപ്റ്റർ ആണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്താണ്? നൈബേഴ്സ് ആൻഡ് നൈബർഹുഡ്. പറഞ്ഞു എല്ലാവരും? എല്ലാം ടെക്സ്റ്റ് എടുത്തോ? പേജ് നമ്പർ 147. ഈ ഒരു പേര് എടുത്തല്ലോ എല്ലാവരും? ചാപ്റ്ററിന്റെ പേര് പറഞ്ഞേ, നൈബേഴ്സ് ആൻഡ് നൈബർഹുഡ്. ഓക്കെ, അപ്പൊ അവിടെ ബോക്സിലാണ് കൊടുത്തിട്ടുണ്ട്, അത് ആദ്യം ടീച്ചർ വായിക്കാം. ഓക്കെ. My neighbors and my friends are very dear to me. They are always there whenever there is a need. We talk to each other and we borrow and lend such treasure they are. അല്ലേ? പൊന്നോട് വായിക്കാം. The neighbors and my friends are very dear to me. അല്ലേ? എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അതുപോലെ ഞങ്ങളുടെ നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീടിന് അടുത്ത് താമസിക്കുന്നത് അല്ലേ? നമ്മുടെ വീടിന് അടുത്ത് ഒരുപാട് വീടുകളില്ലേ? അവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് അയൽക്കാർ. അവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് നൈബേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? My neighbors and my friends are very dear to me. അല്ലേ? എന്താണ്? My neighbors and my friends are very dear to me. അല്ലേ? എന്താണ്? അവരെല്ലാം ഞാൻ എന്താണ്? നല്ല സുഹൃത്തുക്കളാണ്. എൻ്റെ അയൽക്കാരാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് എൻ്റെ കൂടെ അല്ലേ? പിന്നെന്താ പറയുന്നത് നോക്കി? They are always there whenever there is a need. അല്ലേ? നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അതുപോലെ നമ്മുടെ നൈബേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്യാറുണ്ട്? അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അവർ ഓടി വന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം ഓടി വരുന്ന ആരാണ്? നമ്മുടെ നൈബേഴ്സ് ആയിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും അല്ലേ? അടുത്തേക്ക് we talk to each other and we borrow and lend such treasure there are. അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട് അല്ലേ? അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചോദിച്ച് വാങ്ങിക്കാറുണ്ട്. അവർ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ നമുക്ക് തന്ന് സഹായിക്കാറുണ്ട് അല്ലേ? അങ്ങനെ പരസ്പരം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? നൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വളരെ നല്ല ക്ലോസ് ആയിട്ടുള്ള നല്ല റിലേഷൻ ആണ് എന്ന് പറയുന്നത് നൈബേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്ന ആരാണ്? നൈബേഴ്സ് ആണ് വരുന്നത് അല്ലേ? പറഞ്ഞത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. My neighbors and my friends are very dear to me. They are always there whenever there is a need. We talk to each other and borrow and lend such treasure and they are. അടുത്ത് ഇനി എന്താണ് നൈബേഴ്സ് എന്നാണ് പറയാനായിട്ട് നോക്കിയേ. We live with our family at home. അല്ലേ? നമ്മൾ ജീവിക്കുന്ന എവിടെയാണ്? നമ്മുടെ ഫാമിലി. നമ്മുടെ ഫാമിലിയിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. അപ്പൊ അങ്ങനെ പറയാം, we live with our family at home. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ? അതുപോലെ there are many houses near our house. അല്ലേ? എന്താണ്? നമ്മുടെ വീടിനടുത്ത് എന്തുണ്ട്? ഒരുപാട് മറ്റു വീടുകളുണ്ട് അല്ലേ? നമ്മുടെ വീടിനോട് ചേർന്നിട്ടുണ്ട് ഒരുപാട് വീടുകളുണ്ട്. നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ടോ? നൈബേഴ്സ് ഉണ്ടോ അല്ലേ? നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആൾക്കാരെയാണ് നമ്മൾ നൈബേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു there are many houses near our home. അല്ലേ? നമ്മുടെ വീടിന്റെ അടുത്ത് എന്തുണ്ട്? മറ്റു ഒരുപാട് വീടുകളുണ്ട് അല്ലേ? The people who around our house and called neighbors. അല്ലേ? നമ്മുടെ വീടിന് അല്ലേ, നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റുമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ അയൽക്കാർ അല്ലെങ്കിൽ നൈബേഴ്സ് എന്ന് പറയുന്നത്. എന്താ പറയാ? നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ന് പറയുന്നത് നൈബേഴ്സ് എന്ന് പറയുന്നത്. എന്താ നൈബേഴ്സ് എന്ന് വെച്ചാല് the people who live around the house are called neighbors. അതായത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ന് പറയുന്നത് നൈബേഴ്സ് എന്ന് പറയുന്നത്.
ആ വീടിന് ചുറ്റുമുള്ള ആൾക്കാരെ ഓരോ വീടുകളിലായിട്ട് താമസിക്കാറുണ്ട് അല്ലെ, അവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് നൈബേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? അയൽക്കാരല്ലേ, നൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാം? The people who live around our house are called neighbors. There are many houses and places near our house. They make our neighborhood. അല്ലേ, നമ്മുടെ വീടിന് അടുത്തായിട്ട് ഒരുപാട് മറ്റു വീടുകളുണ്ട്. അതുപോലെ എന്താണ് മറ്റു സ്ഥാപനങ്ങൾ, ഓരോരോ സ്ഥാപനങ്ങൾ നമുക്ക് ഓരോ ആവശ്യത്തിനായിട്ട് പോകുന്ന പോലെ എന്താണ് ഓരോ സ്ഥാപനങ്ങൾ ഉണ്ട്. അപ്പൊ എങ്ങനെ പറയാം? There are many houses and places near our house. അല്ലെ, നമ്മുടെ വീടിന് അടുത്ത് തന്നെ എന്താണ് ഒരുപാട് മറ്റു സ്ഥലങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് എന്ത് പറയാം? നൈബർഹുഡ് അല്ലേ, നമ്മൾ എന്ത് പറയാം? അവരെ നമുക്ക് എന്ത് പറയാം? നൈബർഹുഡ് എന്ന് പറയാം അല്ലേ. They make our neighborhood അല്ലേ. അതെന്ത് ചെയ്യുന്നു? അതിനെ നമുക്ക് എന്ത് പറയാം? നൈബർഹുഡ് എന്ന് പറയാം. അടുത്ത these places provide us many service അല്ലേ. Some of these places are school, bank, post office, market, hospital and police station. നമ്മൾ പറഞ്ഞു നമ്മുടെ വീടിനടുത്ത് എന്തുണ്ട്? ഒരുപാട് മറ്റു വീടുകളുണ്ട് അല്ലേ, നൈബേഴ്സ് ഉണ്ട്. പിന്നെന്താണ്? ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലേ, ഒരുപാട് സ്കൂൾ കാണും, പോസ്റ്റ് ഓഫീസ് കാണും, ഹോസ്പിറ്റൽ കാണും അല്ലേ, പോലീസ് സ്റ്റേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണും. ഇതിനൊക്കെ നമ്മൾ പറയും നൈബർഹുഡ് എന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് ഓരോരോ സേവനങ്ങൾ നമുക്ക് ചെയ്തു തരാനായിട്ട് നമ്മൾ ഈ സ്ഥാപനങ്ങൾ നമ്മൾ ആശ്രയിക്കാറുണ്ട് അല്ലേ. നമ്മൾ ഓരോരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ, പലയിടത്തുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അതുപോലെ നമ്മൾക്ക് സ്കൂളിൽ പോകാനൊക്കെ നമ്മൾ അടുത്തുള്ള സ്കൂളുകളിൽ, നമ്മുടെ വീടിനടുത്തുള്ള സ്കൂളുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പോകുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കുക അല്ലേ. എന്താ പറഞ്ഞേ? സ്കൂൾ, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, മാർക്കറ്റ്, ഹോസ്പിറ്റൽ ആൻഡ് പോലീസ് സ്റ്റേഷൻ. അടുത്ത് നോക്കിയേ, ഇനി എന്താണ് സ്കൂള്, എന്താണ് ബാങ്ക് അല്ലെ. ബാങ്കിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്? പോലീസ് സ്റ്റേഷനിൽ എന്തിനാണ് നമ്മൾ പോകുന്നത്? നമ്മൾ സ്കൂളിൽ എന്തിനാണ് പോകുന്നതെന്നാണ് നമ്മൾ പറയാനായിട്ട്. നമ്മൾ പറഞ്ഞു നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ നൈബേഴ്സ് എന്ന് പറയാറുണ്ട് അല്ലേ. അവരെന്താണ്? പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് വീടുകളുണ്ട്, അതിനൊക്കെ നമ്മൾ നൈബർഹുഡ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു ഓരോരോ സ്ഥാപനങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നു. നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ ആശ്രയിക്കാറുണ്ട് അല്ലേ. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഇതിനെ കുറിച്ചാണ്, സ്കൂളിനെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചാണ് സ്കൂള്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന എവിടാണ്? നമ്മള് സ്കൂളുകളിലാണ് പോകുന്നത്. അപ്പൊ എങ്ങനെ പറയാം? All the children go to school അല്ലേ. എല്ലാ കുട്ടികളും എന്ത് ചെയ്യാറുണ്ട്? അവര് ഒരു പ്രായമാകുമ്പോ അല്ലെ, എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കാനൊക്കെ ആകുമ്പോ അവർ എവിടെയാ പോകുന്നത്? സ്കൂളുകളിലായിരിക്കും അവരുടെ പേരൻസ് അവരെ കൊണ്ട് ആക്കുന്നത് അല്ലേ. All the children go to school. എല്ലാ കുട്ടികളും എന്ത് ചെയ്യാറുണ്ട്? സ്കൂളിൽ പോകാറുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്? They learn to read and write in the school അല്ലേ. നമ്മൾ എഴുതാനും അല്ലേ, വായിക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ എവിടെ പോകുന്നത്? സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെറ്റേഴ്സ് ഒക്കെ അല്ലേ, ആദ്യം എന്താ അക്ഷരങ്ങളും വാക്കുകളൊക്കെ എഴുതുന്നതും വായിക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മൾ എവിടാണ്? സ്കൂളിൽ ചെന്നിട്ടായിരിക്കും അല്ലേ. അടുത്ത് നോക്കിയേ, they learn good habits too അല്ലേ. അക്ഷരങ്ങൾ വായിക്കാനും പഠിക്കാനും മാത്രമാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് അല്ലേ. പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്? അല്ല, നമ്മൾ നല്ല ശീലങ്ങൾ അല്ലേ. സ്കൂളിൽ പോയി പഠിക്കുന്നതിനെയാ അക്ഷരങ്ങൾ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, പിന്നെയോ നല്ല ശീലങ്ങൾ അല്ലേ, ഗുഡ് ഹാബിറ്റ്സ്. നമ്മൾ പഠിച്ചില്ലേ ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചില്ലേ? നല്ല നല്ല ശീലങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? സ്കൂളുകളിൽ നിന്നായിരിക്കും നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഷെയർ ചെയ്യുക അല്ലേ, മറ്റുള്ളവരോട് എന്ത് ചെയ്യാണ്? അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക, മറ്റുള്ളവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് അല്ലേ, ഓരോന്നെന്താണ് മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമ്മൾ എവിടെ വരുമ്പോൾ പഠിക്കും? നമ്മൾ സ്കൂളിൽ വരുമ്പോൾ പഠിക്കും. എന്താണ്? നിങ്ങളെ പോലെ ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട്, സ്കൂളിലുണ്ട്. അപ്പൊ പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും അല്ലേ. അതുപോലെ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റും, ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. വീട്ടിലാവുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ അല്ലേ. സ്കൂളിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് കാണും. അപ്പൊ നിങ്ങൾക്ക് നല്ല ശീലങ്ങൾ അല്ലേ ഒക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അടുത്തേക്ക്, മെനി പീപ്പിൾ വർക്ക് ഇൻ എ സ്കൂൾ ലൈക്ക് അല്ലേ. സ്കൂളിൽ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമാണോ ഉള്ളത്? അല്ല, ടീച്ചേഴ്സ് കാണും,
പ്രിൻസിപ്പൽ കാണും, പിന്നെയോ ഗാർഡൻ കാണും, ഡ്രൈവർ കാണും, സ്വീപ്പർ കാണും. ഇങ്ങനെ ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാർ എവിടെ ഉണ്ട്? സ്കൂളിലുണ്ട് അല്ലെ? സ്കൂൾ എന്ന് പറയുമ്പോൾ പഠിക്കുന്ന ആൾക്കാർ കുട്ടികൾ മാത്രമാണോ ഉള്ളത്? അല്ല. പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി? പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, ഗാർഡ്, ഡ്രൈവർ, സ്വീപ്പർ എക്സെട്ര അല്ലേ? ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. സ്കൂളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കൂൾ ഈസ് കോൾഡ് ദ ടെമ്പിൾ ഓഫ് ലേണിംഗ്. എന്താണ് പറഞ്ഞത്? സ്കൂൾ ഈസ് കോൾഡ് ദ ടെമ്പിൾ ഓഫ് ലേണിംഗ്. സ്കൂൾ ഈസ് കോൾഡ് ദ ടെമ്പിൾ ഓഫ് ലേണിംഗ്. എന്താണ്? സ്കൂൾ ഈസ് കോൾഡ് ദ ടെമ്പിൾ ഓഫ് ലേണിംഗ് അല്ലേ? നമ്മൾ പറയാറുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അല്ലെ, വിദ്യാഭ്യാസ ക്ഷേത്രം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സ്കൂളുകളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെ. നമ്മളെന്താണ്? നമ്മൾ ആദ്യമായിട്ട് അക്ഷരങ്ങൾ പഠിക്കുന്നത്, ആദ്യമായിട്ട് എഴുതാൻ പഠിക്കുന്നത്, വായിക്കാൻ പഠിക്കുന്നത് അല്ലെ, നമ്മുടെ സ്വഭാവ രൂപീകരണം, എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്? നമ്മൾ സ്കൂളുകളിൽ വന്നിട്ടാണ് അല്ലെ, വിദ്യാലയങ്ങളിൽ വന്നിട്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ആ കുട്ടിയിൽ ഒരു ചേഞ്ച് വരുന്നത് അല്ലെ. വീട്ടിൽ നിന്ന് അമ്മയെ അച്ഛനെയൊക്കെ കണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? തന്റെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ഒരുപാട് ആൾക്കാരെ കാണുക ഇല്ലേ, അവരുമായിട്ട് സംസാരിക്കും അല്ലേ. പിന്നെന്താണ്? ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയുന്നു. കുട്ടി എഴുതാനായിട്ട് പഠിക്കുന്നു, കുഞ്ഞുങ്ങൾ വായിക്കാനായിട്ട് പഠിക്കുന്നു. കുഞ്ഞുങ്ങൾ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സ്കൂളുകളെ ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ. വിദ്യയുടെ ക്ഷേത്രമായിട്ടാണ് നമ്മൾ സ്കൂളുകളെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് സ്കൂൾ ഈസ് കോൾഡ് ദ ടെമ്പിൾ ഓഫ് ലേണിംഗ്. എന്താണ്? സ്കൂൾ ഈസ് കോൾഡ് ദ ടെമ്പിൾ ഓഫ് ലേണിംഗ്. അതായത് ഒരു കുട്ടിയിൽ എന്താണ്? അവന്റെ വിദ്യാഭ്യാസത്തിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തുന്നത് അല്ലെ, വിദ്യാഭ്യാസത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നത് ആരാണ്? സ്കൂളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സ്കൂൾ ഈസ് കോൾഡ് ദ ടെമ്പിൾ ഓഫ് ലേണിംഗ് എന്ന് പറയാം. നമുക്ക് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? സ്കൂളിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ പറഞ്ഞു നമ്മുടെ വീടിന് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് വീടുകളുണ്ട് അല്ലേ. അപ്പൊ അവരൊക്കെ ആളുകളൊക്കെ നമ്മൾ എന്താ പറയുക? വീടിന് അടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾ നമ്മൾ നൈബേഴ്സ് എന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ എന്താണ്? ഓരോ വീടുകളുണ്ട്, അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലേ. സ്കൂള്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീടിന് ചുറ്റും ഉണ്ട്. നമ്മൾ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവിടെ പോകാറുണ്ട്. നമുക്ക് പനി വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും, നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ അടുത്തുള്ള സ്കൂളുകളിൽ പോകാറുണ്ട് ഇല്ലേ. നമുക്ക് എന്തെങ്കിലും പരാതി പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനെ ആശ്രയിക്കാറുണ്ട്. നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് പല സ്ഥാപനങ്ങളെ നമ്മൾ ആശ്രയിക്കാറുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ പറഞ്ഞതില്ല? നമ്മുടെ നൈബർഹുഡ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതിനെ കുറിച്ചാണ്, സ്കൂളിനെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്, സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഓൾ ദ ചിൽഡ്രൻ ഗോ ടു ദ സ്കൂൾ അല്ലെ. എല്ലാ കുട്ടികളും ഇവിടെ പോകാറുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും എന്താണ്? നിർബന്ധമായിട്ട് വിദ്യാഭ്യാസം ആവശ്യമാണ് അല്ലെ. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യാറുണ്ട്? സ്കൂളുകളിൽ പോകാറുണ്ട്. പറഞ്ഞിട്ടുണ്ടെന്താ? They learn to read and write in the school. They learn to good habits too. അല്ലേ? നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നല്ല ശീലങ്ങൾ, നമ്മൾ എഴുതാനും വായിക്കാനും പഠിക്കുന്നത് എവിടെ പോകുമ്പോഴാണ്? സ്കൂളിൽ പോയ ശേഷമാണ് നമ്മൾ അക്ഷരം എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നത്. അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അല്ല. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന എന്താണ്? സ്കൂളുകളാണ് അല്ലേ. അപ്പൊ അങ്ങനെ പറയാം, they learn good habits too. അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നില്ലേ. മെനി പീപ്പിൾ വർക്ക് ഇൻ എ സ്കൂൾ അല്ലേ. നമ്മൾ പറഞ്ഞു സ്കൂളിൽ എന്താണ്? ഒരുപാട് ആൾക്കാര് ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ, സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ എന്താണ്? ടീച്ചേഴ്സ് ഉണ്ട്, പ്രിൻസിപ്പൽ അല്ലേ, പിന്നെ എന്താണ്? ഗാർഡ്, ഡ്രൈവർ, സ്വീപ്പർ, ഇങ്ങനെ ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഉണ്ട്. അപ്പൊ പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളിനെ സമീപിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാനായി നോക്കി, അവിടെ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കൂളിൽ ഉള്ള 3 റൂംസിന്റെ പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നോക്കി, അതായത് ടീച്ചേഴ്സ് എല്ലാം കൂടി ഇരിക്കുന്നു അല്ലെ. അപ്പൊ അതെന്താ പറയുക? നമ്മള് സ്റ്റാഫ് റൂം എന്നാണ് പറയുന്നത്. ടീച്ചേഴ്സ് എല്ലാം കൂടി ഇരിക്കുന്ന സ്ഥലത്തെ എന്താ പറയുന്നത്? സ്റ്റാഫ് റൂം. നെക്സ്റ്റ് നോക്കി, ബോർഡ് ഉണ്ട്, കുട്ടികളുണ്ട്, ടീച്ചർ ഉണ്ട്. അപ്പൊ അതെന്താണ്? ക്ലാസ് റൂം. എന്താണ്? ക്ലാസ് റൂം. നെക്സ്റ്റ് നോക്കി, ഓരോ കുട്ടികളിരുന്ന് ബുക്ക്, ഷെൽഫിന് ബുക്ക് എടുത്ത് വായിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതെന്താണ്? ലൈബ്രറിയാണ്. എന്താണ്? ലൈബ്രറിയാണ് അല്ലേ. അപ്പൊ സ്കൂളിലുള്ള വ്യത്യസ്തമായ റൂമുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തിന് എന്താ പറയാ? സ്റ്റാഫ് റൂം. എന്താണ് പറയുന്നത്? സ്റ്റാഫ് റൂം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്?
കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കാം. ബ്ലാക്ക് ബോർഡൊക്കെ ഉള്ള സ്ഥലത്ത് അതിനെന്താ പറയാ നമ്മള് ക്ലാസ് റൂം. എന്താ പറയുന്നത് ക്ലാസ് റൂം. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ബുക്കൊക്കെ എടുത്ത് വായിക്കാനായിട്ട് ഷെൽഫൊക്കെ കൊടുത്ത് എന്താണ് അവിടെ ഇരുന്ന് വായിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറയാം ലൈബ്രറി എന്ന് നമുക്ക് പറയാം. അങ്ങനെ 3 പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് അതിന്റെ പേര് എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അവിടെ നിങ്ങളത് ഫില്ല് ചെയ്യുക കേട്ടോ. പേരൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് അതെന്താണെന്ന് ആ പിക്ചർ നോക്കി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിന്റെ പേരുകൾ എന്ത് ചെയ്യുക, അതിന്റെ തൊട്ട് താഴെയുള്ള സ്പേസിലായിട്ട് കേട്ടോ, അവിടെ തൊട്ട് താഴെയായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പൊ എന്താണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ, ടീച്ചേഴ്സ്മാരൊക്കെ ഇരിക്കുന്ന എവിടെ ആയിരിക്കും, സ്റ്റാഫ് റൂം. പറഞ്ഞേ സ്റ്റാഫ് റൂം. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്ന നിങ്ങളൊക്കെ ഇരിക്കുന്ന ആ സ്ഥലത്ത് എന്താ പറഞ്ഞേ ക്ലാസ് റൂം. എന്താണ് ക്ലാസ് റൂം. നെക്സ്റ്റ് എന്താണ് ബുക്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്തിന് എന്താ പറയാ ലൈബ്രറി എന്ന് നമുക്ക് പറയാം. 3 സ്കൂളിലുള്ള 3 റൂംസിന്റെ പിക്ചേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്കൂളിനെ കുറിച്ച് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നോക്കി എന്താണ് ബാങ്ക്. എന്താണ് ബാങ്ക് അല്ലേ. ഓക്കെ, ബാങ്ക് ഈസ് എ പ്ലേസ് where we keep our money and jewelry safely. അല്ലേ, ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിൽ എന്താ ഓടി വരുന്നത്, മണി അല്ലേ. നമ്മൾ പൈസകള് ബാങ്കിൽ സേവ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ സേവ് ചെയ്ത മണി അല്ലേ, നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവിടെ പോയി എടുക്കാറുണ്ട് അല്ലേ. നമ്മൾ കൊണ്ട് നമ്മുടെ പണത്തെ സൂക്ഷിക്കും അല്ലേ. പണമാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും നമ്മൾ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ന് പറയുന്നത് ഈ ബാങ്ക് എന്ന് പറയുന്നത്. നമുക്ക് പറയാം ബാങ്ക് ഈസ് എ പ്ലേസ് where we keep our money and jewelry safely. നമ്മുടെ സ്വർണ്ണാഭരണങ്ങളാവട്ടെ അല്ലേ, നമ്മുടെ പണമാകട്ടെ, അത് നമ്മൾ സേഫ് ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ പറയുന്നത് ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ പൈസയൊക്കെ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിൽ കൊണ്ടുപോയി ഇടാറുണ്ട് അല്ലേ. ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിടാൻ പോകുന്നൊക്കെ പറയത്തില്ലേ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ നമ്മൾ പോയി എന്ത് ചെയ്യും, ആ ബാങ്കിൽ നിന്ന് പണം എടുക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ വീട്ടിൽ സ്വർണ്ണം കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വീട്ടിൽ സൂക്ഷിക്കുന്നത് സേഫ് അല്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പേരൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ആ ബാങ്കിൽ കൊണ്ടുപോയി എന്ത് ചെയ്യാറുണ്ട്, അത് ലോക്കറിലൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ പണവും അതുപോലെ സ്വർണ്ണമൊക്കെ എന്ത് ചെയ്യണേ സൂക്ഷിക്കാനായിട്ട് സൂക്ഷിക്കാനായിട്ടൊക്കെ നമ്മൾ പോകുന്ന സ്ഥാപനമാണെന്ന് പറയുന്നത് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കി പോസ്റ്റ് ഓഫീസ്. എന്താണ് പോസ്റ്റ് ഓഫീസ്. നെക്സ്റ്റ് നമ്മുടെ വീടിനടുത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ വീടിനടുത്ത് കാണുന്ന മറ്റൊരു സ്ഥാപനമാണെന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് അല്ലേ. സ്കൂളുകളുണ്ട്, പിന്നെന്തുണ്ട് ബാങ്കുകളുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട് നമ്മുടെ വീട്ടിൽ ചുറ്റും എന്താണത് പോസ്റ്റ് ഓഫീസ്. പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പോസ്റ്റ് ഓഫീസ്? പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ എന്നൊരു രൂപം ഉണ്ടാക്കിയിരുന്നൊക്കെ ഒരു ബോക്സ് ഉണ്ട്, റെഡ് കളറിൽ ഒരു ബോക്സ് കാണാറുണ്ട്. എന്താണത് ലെറ്ററൊക്കെ ഇടുന്നൊരു പോസ്റ്റ് ബോക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പോസ്റ്റ് ഓഫീസ് എന്തൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്നത്, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, പോസ്റ്റ് ഓഫീസ് we can send parcels, letters and money orders to our friends and relatives. അല്ലേ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ റിലേറ്റീവ്സിന് അല്ലേ, നമ്മുടെ ഫ്രണ്ട്സിനാകട്ടെ റിലേറ്റീവ്സിനാകട്ടെ ആർക്കെങ്കിലും അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അയക്കാം അല്ലേ. അത് പാഴ്സൽ, അതായത് സാധനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഒരു വിശദമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയ ലെറ്ററുകളായിക്കോട്ടെ അല്ലേ, അങ്ങനെയുള്ള പിന്നെ പൈസകൾ അല്ലേ, മണി ഓർഡേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് വഴിയായിരിക്കും, പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, നമ്മൾ കവറിലാക്കി അഡ്രസ് ഒക്കെ എഴുതിയിട്ടായിരിക്കും, നമ്മൾ സ്റ്റാമ്പ് ഒട്ടിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പോസ്റ്റ് വഴിയായിരിക്കും നമ്മളത് അവിടെ എത്തിക്കുന്നത് അല്ലേ. ഒരു സാധനങ്ങളൊക്കെ നമുക്ക് എന്താണ് വരാറില്ലേ, പാഴ്സൽസ് ഒക്കെ വരാറില്ലേ. അപ്പൊ അത് അഡ്രസ് ഒക്കെ എഴുതി എന്താണ് പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും നമ്മൾ അഡ്രസ് അനുസരിച്ചായിരിക്കും നമ്മുടെ വീടുകളിൽ വരുന്നത്. അപ്പൊ നമുക്ക് പറയാം we can send parcels, letters and money orders to our friends അല്ലേ. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ് ആകട്ടെ റിലേറ്റീവ്സ് ആകട്ടെ ആരുമാകട്ടെ നമുക്ക് എന്താണ് നമുക്ക് പൈസ, മണി ഓർഡേഴ്സ് അല്ലെങ്കിൽ പാഴ്സൽസ്, ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഏതുവഴിയാണ്, പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. We buy stamps, envelopes and postcards from the post office അല്ലേ. അപ്പൊ നമ്മളിത് പോസ്റ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഇതിൽ എന്ത് ചെയ്യണം, നമ്മൾ അഡ്രസ് എഴുതിയിട്ട് സ്റ്റാമ്പ് ഒട്ടിക്കണം അല്ലേ. ആ സ്റ്റാമ്പ് ഒട്ടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റാമ്പ് നമുക്ക് കിട്ടുന്നത് എവിടെയാണ് കിട്ടുന്നത്, പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്
സ്റ്റാമ്പ് കിട്ടുന്നത്, അതുപോലെ എൻവലപ്പ് അല്ലേ, അതുപോലെയുള്ള മണി ഓർഡേഴ്സ് പോലുള്ള അയക്കുന്നതിനുള്ള കവറുകൾ, എൻവലപ്സ്, അതുപോലെ സ്റ്റാമ്പ്സ്, പിന്നെന്താണ് പോസ്റ്റ് കാർഡുകൾ അല്ലേ, അവിടെ കാര്യങ്ങളൊക്കെ കാർഡായിട്ടൊക്കെ എന്ത് ചെയ്യുമ്പോൾ മെസ്സേജുകൾ വരാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്റ് കാർഡുകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന എവിടെയാണ്? പോസ്റ്റ് ഓഫീസിലാണ് അത് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റാമ്പ് പോസ്റ്റ് ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും? സ്റ്റാമ്പ്, പിന്നെന്താണ് പോസ്റ്റ് കാർഡ്, എൻവലപ്സ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന എവിടെ എന്താണ്? പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്തിരുന്നവര്? നമുക്ക് വരുന്ന പാഴ്സൽസ്, ലെറ്റേഴ്സ്, മണി ഓർഡേഴ്സ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു അല്ലേ. പിന്നെന്താണ് അതുപോലെ ആരെങ്കിലുമൊക്കെ എന്താണ് നമ്മുടെ ഫ്രണ്ട്സ്, മറ്റേ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എന്താണ് തരണമെങ്കിൽ എന്താണ് അത് പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എത്തിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള സേവനമാണ് ആര് ചെയ്തത്? ഈ പോസ്റ്റ് ഓഫീസ് ചെയ്തത്. അപ്പൊ എങ്ങനെ പറയാം? We can send parcels, letters and money orders our friends and relatives അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലേ. എന്ത് വഴിയാണ് സാധിക്കുന്നത്? പോസ്റ്റ് ഓഫീസ് വഴിയാണ് സാധിക്കുന്നത്. പിന്നെ പറഞ്ഞു we buy stamps, envelopes, postcards from post office അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നോക്കി, അടുത്ത സ്ഥാപനം ഏതാണ്? ഹോസ്പിറ്റൽ. നെക്സ്റ്റ് ഏതാണ്? ഹോസ്പിറ്റൽ. അപ്പൊ നമ്മൾ സ്കൂൾ എന്താണ് അല്ലേ. പിന്നെ ബാങ്ക് എന്ത് സേവനമാണ് നമുക്ക് ചെയ്യുന്നത്? ബാങ്ക് എന്ത് സർവീസ് ആണ് നമുക്ക് ചെയ്തിരുന്നത്? അതുപോലെ പോസ്റ്റ് ഓഫീസ് എന്ത് സർവീസ് ആണ് നമുക്ക് ചെയ്തിരുന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. മൂന്ന് കാര്യങ്ങൾ നമ്മൾ മൂന്ന് സ്ഥാപനങ്ങളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? സ്കൂൾ, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ത് സർവീസ് ആണ് നമുക്ക് ചെയ്തിരുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഹോസ്പിറ്റൽ അല്ലേ. അപ്പൊ നമ്മള് എന്താണ് മിക്കവാറും നമ്മളെല്ലാവരും പോകുന്ന അല്ലേ, നമ്മളെ സർവീസിനായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? ഹോസ്പിറ്റലിൽ പോകാത്ത ആരുമില്ല അല്ലേ. അപ്പൊ എന്താണ് നമ്മളെല്ലാവരും എന്താണ് ആശ്രയിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്? ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും നമുക്ക് എന്ത് കാര്യമാണ് നമുക്ക് ചെയ്ത് തരുന്നത് നോക്കാം. We go to hospital when we are sick or injured. അല്ലേ, നമുക്ക് എപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? നമുക്ക് എന്തെങ്കിലും പനി അല്ലേ, അതുപോലെ നമുക്ക് എന്തെങ്കിലും അപകടങ്ങള്, മുറിവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുമ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? സ്കൂളിലേക്കാണോ, പോസ്റ്റ് ഓഫീസിലേക്കാണോ, ബാങ്കിലേക്കാണോ, ഹോസ്പിറ്റലിലേക്കാണോ, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമുക്ക് സിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവ്, ഇഞ്ചുറി ഒക്കെ പറ്റുമ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഹോസ്പിറ്റലാണ് പോകുന്നത് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്? അവിടെ ആരുണ്ട്? ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സ് ഉണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളവര് മെഡിസിൻ ഒക്കെ തന്നെ നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അല്ലേ. അപ്പൊ എങ്ങനെ പറയാം? ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സ് ടേക്ക് കെയർ ഓഫ് ദ പേഷ്യൻസ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലേ. നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് വയ്യാതെ നമ്മൾ ഹോസ്പിറ്റൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? നമ്മളെ പരിശോധിക്കും അല്ലേ. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമായിട്ടുള്ള കെയർ നമുക്ക് തരുന്നു അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെ പോകുന്നത്? ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ നോക്കി, we go to a hospital when we are sick or injured. Doctors and nurses take care of the patients in the hospital അല്ലേ. Doctors and nurses take care of the patients in the hospital അല്ലേ. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസിനെ അല്ലേ, പേഷ്യൻസിന് എന്താണ്? രോഗികൾ അല്ലേ. ആ രോഗികൾക്ക് എന്തെങ്കിലും ആവശ്യമായ കെയർ ആര് നൽകുന്നു? ഡോക്ടേഴ്സും നേഴ്സും നമുക്ക് തരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും മുറിവുകൾ, അപകടങ്ങളൊക്കെ പറ്റുമ്പോൾ അല്ലെങ്കിൽ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ എവിടെ പോകുന്നു? ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പൊ അവരെന്ത് സർവീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അല്ലേ. നമുക്ക് എന്ത് മെഡിസിൻസ് തരുന്നു, അതുപോലെ നമ്മളെ കെയർ ചെയ്യുന്നു അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെ പോകുന്നത്? ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് നോക്കി, സ്മോൾ ഹോസ്പിറ്റൽസ് ഇൻ ദ വില്ലേജസ് ആർ കോൾഡ് ഡിസ്പെൻസറീസ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലിയ വലിയ ഹോസ്പിറ്റലും ഉണ്ട്, ചെറിയ ചെറിയ ഹോസ്പിറ്റലും ഉണ്ട് അല്ലേ. അതായത് പ്രത്യേകിച്ച് വില്ലേജസിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനെ നമുക്ക് എന്താ പറയാം? ഡിസ്പെൻസറീസ് നമുക്ക് പറയാം. എന്ത് പറയാം? അതിനെ നമുക്ക് ഡിസ്പെൻസറീസ് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു സ്മോൾ ഹോസ്പിറ്റൽസ് ഇൻ വില്ലേജ് ആർ കോൾഡ് ഡിസ്പെൻസറീസ്. എന്താണ്?
സ്മോൾ ഹോസ്പിറ്റൽസ് ഇൻ എ വില്ലേജ് ആർ കാൾഡ് ഡിസ്പെൻസറീസ് അല്ലേ. അങ്ങനെ എന്ത് പറയാം, അതായത് ഗ്രാമങ്ങളിൽ കാണുന്ന ചെറിയ ഹോസ്പിറ്റലിനെ നമുക്ക് എന്ത് വിളിക്കാം, ഡിസ്പെൻസറീസ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ ഡിസ്പെൻസറീസ് എന്ന് വെച്ചാൽ എന്താ പറയുക, ചെറിയ ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്പെൻസറീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ചെറിയ ഹോസ്പിറ്റലിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡിസ്പെൻസറീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കി, പോലീസ് സ്റ്റേഷൻ. എന്താണ്? പോലീസ് സ്റ്റേഷൻ. അപ്പൊ നമ്മള് സ്കൂള് പറഞ്ഞു, സെക്കൻഡ് എന്താ പറഞ്ഞേ ഓർമ്മയുണ്ടോ? ബാങ്ക് അല്ലേ. സ്കൂൾ എന്താണ് ചെയ്യുന്നത്, എന്ത് സർവീസ് ആണ് ചെയ്യുന്നത്, അതുപോലെ ബാങ്ക് എന്ത് സർവീസ് ആണ് ചെയ്യുന്നത്, പിന്നെ എന്താണ് പറഞ്ഞത്, പോസ്റ്റ് ഓഫീസ് എന്ത് സർവീസ് ആണ് ചെയ്യുന്നത്, അതുപോലെ ഹോസ്പിറ്റൽസ് അല്ലേ നമുക്ക് എന്ത് സർവീസ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, പോലീസ് സ്റ്റേഷൻ. എന്താണ്? പോലീസ് സ്റ്റേഷൻ അല്ലേ. There is a police station in every neighborhood. The policemen help to maintain law and order and catch the thieves. അല്ലേ, അതായത് നമ്മുടെ തൊട്ടടുത്തായിട്ടുള്ള നമുക്ക് ഓരോ സ്റ്റേഷനുകളും ആണ് അല്ലേ. അപ്പൊ ആ സ്റ്റേഷൻ നമുക്ക് എന്ത് സർവീസ് ആണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ആ സ്ഥലത്തെ എന്താണ് ക്രമസമാധാനം അല്ലേ, അക്രമങ്ങളൊന്നും ഉണ്ടാകാതെ, അടിയും വഴക്കും അല്ലേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ആളുകൾ എന്താണ് ഒരുപോലെ ക്രമസമാധാനമായിട്ടല്ലേ സമാധാനമായിട്ട് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നു, പോലീസുകാര് സഹായിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് പോലീസ് ഇടപെടും അല്ലേ, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറ്റകൃത്യങ്ങൾ കുറയും അല്ലേ. അതേസമയം ശിക്ഷയൊന്നും ആർക്കും കൊടുക്കുന്നില്ല, അപ്പൊ എല്ലാവരും തോന്നിയ രീതിയിൽ നടന്നാൽ എന്ത് ചെയ്യും, കുറ്റകൃത്യങ്ങളും അക്രമങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകും അല്ലേ. അപ്പൊ ഒരു പേടി മനുഷ്യർക്ക് ആവശ്യമാണ്, നിയന്ത്രണം എന്ത് ചെയ്യണം എല്ലാവർക്കും ആവശ്യമാണ് അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പൊതുവായിട്ട് താമസിക്കുന്ന ഒരു സമൂഹത്തില് നമുക്ക് എന്താണ് ഒരു നിയന്ത്രണം ആവശ്യമാണ് അല്ലേ. നമുക്ക് തെറ്റിദ്ധിഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ശിക്ഷ കിട്ടുന്നതിനോട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ അതിന് ശിക്ഷയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, അത് ശരിയാവും അല്ലേ. നമ്മുടെ ശിക്ഷയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ക്രമസമാധാനം ഒക്കെ നമുക്ക് ഉണ്ടാകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നു, പോലീസ് സ്റ്റേഷൻ ഉണ്ട് അല്ലേ. അപ്പൊ അവരെന്താ ചെയ്യുന്നത് നോക്കി, പോലീസ്മെൻ ഹെൽപ് ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ അല്ലേ. ഓരോ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. എല്ലാവർക്കും തോന്നിയപോലെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ഓരോ നിയമങ്ങളുണ്ട്, അതനുസരിച്ചാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് എല്ലാവർക്കും ഒരു യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ എന്താണ് അങ്ങനെയൊക്കെ ഒരു എന്താണ് ആ സ്ഥലത്തെ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നതിന് അല്ലേ. അങ്ങനെ പാലിക്കാത്ത ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കുന്ന ആരാണ്, പോലീസ് സ്റ്റേഷൻ അല്ലേ. അവരാണ് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, policemen help to maintain law and order and catch the thieves അല്ലേ. കുറ്റവാളികളെ പിടിക്കുക അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പോലീസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്, there is a police station in every neighborhood. Policemen help to maintain law and order and catch thieves അല്ലേ. കുറ്റം ചെയ്യുന്നവർ എന്ത് ചെയ്യാറുണ്ട്, അവര് പിടിക്കാറുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, അതിനി അവർ ആവർത്തിക്കാതിരിക്കും അല്ലേ. അവർ ശിക്ഷ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ളവർ ആ തെറ്റ് ആവർത്തിക്കയില്ല അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശിക്ഷിക്കുന്നത്. അപ്പൊ കുറ്റകൃത്യങ്ങള് കള്ളത്തരമൊക്കെ ചെയ്യുന്നവർ എന്ത് ചെയ്യും, പോലീസുകാര് അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഒരു ബോക്സ് കൊടുത്തിരുന്നെങ്കിൽ we need to dial 100 to call the police അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു പെട്ടെന്ന് സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു അപകടത്തിൽ പെട്ടുപോയി അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആക്രമിക്കാനായിട്ട് വരുന്നു. അപ്പൊ നിങ്ങളൊക്കെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയി, നിങ്ങൾ ആരെങ്കിലും ആക്രമിക്കാനായിട്ടൊക്കെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ രക്ഷയ്ക്കായിട്ട് പോലീസുകാരെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 100 എന്ന് പറയുന്ന നമ്പറിൽ നമ്മൾ ഡയൽ ചെയ്യണം അല്ലേ. നിങ്ങളുടെ ഫോൺ ഉണ്ടെങ്കിൽ ആദ്യം ഫോൺ വാങ്ങിച്ച് എന്ത് ചെയ്യണം, പോലീസുകാരെ വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജനങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 100 എന്ന് പറയുന്ന നമ്പർ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 100 എന്ന് പറയുന്ന നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമുക്ക് അത് കണക്ട് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ആവശ്യം ചുമ്മാ താരക്കേറി 100 നിങ്ങൾക്ക് വിളിക്കരുത് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ we need to dial 100 to call the police. നെക്സ്റ്റ് നമ്മുടെ നെക്സ്റ്റ് ഉള്ളൊരു
നെക്സ്റ്റ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ആ മാർക്കറ്റ് അല്ലേ? ഏതാണ്? മാർക്കറ്റ്. മാർക്കറ്റിൽ നമ്മൾ എന്തിനാ പോകുന്നത്? സാധനങ്ങൾ വാങ്ങാനും അല്ലേ വിൽക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ പോകാറുണ്ട്. Every neighborhood has a market. There are many shops in a market. അല്ലേ മാർക്കറ്റിൽ എന്തുണ്ട്? ഒരു ഷോപ്പാണുള്ളത്, ഒരുപാട് ഷോപ്സ് ഉണ്ട് അല്ലേ? അങ്ങനെ പറയാം. There are many shops in a market. We go to the market to buy different things. അല്ലേ നമ്മൾ പല പല സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത്, മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ സ്ഥാപനങ്ങളുടെ എല്ലാ സർവീസ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫ് നമുക്ക് ആവശ്യമാണ് അല്ലേ? സ്കൂളിൽ പോകണം അല്ലേ? വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്കൂൾ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ സ്വർണം പണം ഒക്കെ സേവ് ചെയ്യാനായിട്ടും സേഫ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ബാങ്ക് ആവശ്യമാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് വാങ്ങാൻ നമുക്ക് അതിലായിട്ടും സാധനം നമുക്ക് കിട്ടാനായിട്ടൊക്കെ നമുക്ക് പോസ്റ്റ് ഓഫീസ് നമ്മൾ ആശ്രയിക്കാറുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അപകടങ്ങൾ പറ്റുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിനെ ആശ്രയിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിത്യ ജീവിതത്തിൽ പല പല സാധനങ്ങളല്ലേ, ആഹാര സാധനങ്ങളാകട്ടെ ഡ്രസ്സാകട്ടെ പല പല കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാൻ നമ്മൾ എന്ത് ചെയ്യും? പുറത്തുള്ള മാർക്കറ്റിലേക്ക് നമ്മൾ പോകാറുണ്ട് അല്ലേ? മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കടകൾ കാണാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ പറയാം, there are many shops in a market. We go to the market to buy different things. എന്താണ്? We go to the market to buy different things. അല്ലേ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിനെ ആശ്രയിക്കുന്നു അല്ലേ? Nowadays big marts have replaced the local markets. അല്ലേ? Nowadays big malls have replaced the local markets. Okay, next നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫയർ സ്റ്റേഷൻ. എന്താണ്? ഫയർ സ്റ്റേഷനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. A fire station is a place where firemen sit. They come to help us if there is a fire. അപ്പോൾ ഫയർ സ്റ്റേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഫയർ സ്റ്റേഷൻ നമുക്ക് എന്ത് സർവീസ് ആണ് ചെയ്യുന്നത് നോക്കി. A fire station is a place where firemen sit. They comes to help us if there is a fire. അല്ലേ എവിടെയെങ്കിലും തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫയർ സ്റ്റേഷനിൽ വിളിക്കാറുണ്ട് അല്ലേ? ഫയർഫോഴ്സിനെ വിളിക്കാറില്ലേ? ഇതിനു വേണ്ടിയിട്ടാണ് കത്തി നശിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ എന്ത് ചെയ്യാൻ വെള്ളമൊക്കെ ഒഴിച്ചെന്ത് ചെയ്യാറുണ്ട്? അണയ്ക്കാറുണ്ട് അല്ലേ? നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുമ്പോൾ നമ്മളെ എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നു? ഈ ഫയർ സ്റ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഫയർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഫയർ സ്റ്റേഷൻ ഈസ് എ പ്ലേസ് വെയർ ഫയർമെൻ സിറ്റ്. They come to help us if there is a fire. അല്ലേ നമുക്ക് എന്തെങ്കിലും തീപിടുത്തങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫയർ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു നോക്കി. The people who live around the house are called neighbors. The places and houses near the house to make a neighborhood. There are many places in our neighborhood like school, bank, post office, hospital, police station, fire station, etc. അപ്പോൾ നമ്മൾ എത്ര ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചു? ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതൊക്കെയാണ്. സ്കൂള്, പിന്നെ ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, പിന്നെ എന്താണ് മാർക്കറ്റ്, ഫയർ സ്റ്റേഷൻ അല്ലേ? അപ്പൊ നമ്മൾ 7 ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും എന്താണ് അവർ ചെയ്യുന്ന സർവീസിനെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കിയ ടെക്സ്റ്റ് വർക്ക് നോക്കി 150 നമ്മൾ പഠിച്ച പാഠവുമായിട്ട് ബേസ് ചെയ്ത് ടെക്സ്റ്റ് വർക്ക് ഉണ്ട്. നോക്കി ഫസ്റ്റ് നോക്കി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കണം. നമ്മൾ ഇന്ന് ക്ലാസ് കേട്ടില്ലേ? അപ്പം നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. Where do children go to study? എന്താണ്? Where do children go to study? കുട്ടികൾ പഠിക്കാനായിട്ട് എവിടെയാണ് പോകുന്നത്? എവിടേക്കാണ് പോകുന്നത്? ബാങ്കിലാണോ, സ്കൂളിലാണോ,
ഓപ്ഷൻ ബി സ്കൂൾ എന്നുള്ള ആൻസർ ടിക്ക് ചെയ്യുക കേട്ടോ. സ്കൂൾ എന്നുള്ള ആൻസറിന്റെ ബോക്സ് ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്യുക. അപ്പം where do children go to study? ആൻസർ എന്താണ്? സ്കൂൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. where will you go to buy stamps? അല്ലേ, സ്റ്റാമ്പ്സ്, എൻവലപ്പ്, പോസ്റ്റ് കാർഡ് ഒക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ എവിടെ പോകണമെന്നാണ് പഠിച്ചത്? പോസ്റ്റ് ഓഫീസ്. എവിടെയാണ്? പോലീസ് സ്റ്റേഷൻ ആണോ, പോസ്റ്റ് ഓഫീസ് ആണോ, ഫയർ സ്റ്റേഷൻ ആണോ, എവിടെയാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാമ്പ്സ് എൻവലപ്പ് ഒക്കെ കിട്ടുന്നത്? എവിടെയാണ്? പോസ്റ്റ് ഓഫീസ് എന്നാണ് ഓപ്ഷൻ ബി. പോസ്റ്റ് ഓഫീസ് എന്ന ആൻസർ ടിക്ക് ചെയ്യുക. എവിടെയാണ്? പോസ്റ്റ് ഓഫീസ്. ഓക്കെ ചെയ്തല്ലോ. നെക്സ്റ്റ് ഓക്കെ, മാച്ച് ദ ഫോളോവിംഗ് ആണ്. അപ്പൊ ആ മാച്ച് ദ ഫോളോവിംഗ് എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യണം അല്ലേ. സ്കൂൾ അല്ലേ, സ്കൂളിൽ നേരെ നമുക്ക് എന്താണ് നമുക്ക് ചേരുന്ന വേർഡ് ഏതാണ്? ടീച്ചേഴ്സ്. എന്താണ്? ടീച്ചേഴ്സ് അല്ലേ. അടുത്തത് ബാങ്ക്. ബാങ്കിന് ചേരുന്ന വേർഡ് ഏതാണ്? ജ്വല്ലറി അല്ലേ. ജ്വല്ലറി ഒക്കെ സേവ് ചെയ്യാനായിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത്? ബാങ്കിലാണ് അല്ലേ. നെക്സ്റ്റ് ഓക്കെ, പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിന് എന്താണ്? ലെറ്റേഴ്സ് അല്ലേ. ലെറ്റേഴ്സ് സെൻഡ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പോകുന്ന എവിടെയാണ്? പോസ്റ്റ് ഓഫീസിലാണ്. അടുത്ത നോക്കിയേ, മാർക്കറ്റ്. മാർക്കറ്റ് എന്നുള്ളത് അതിന് ചേരുന്ന വേർഡ് എന്താണ്? ഷോപ്സ്. മാർക്കറ്റിന് ചേരുന്ന വേർഡ് എന്താണ്? ഷോപ്സ് എന്നാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അത് നേരെ ഷോപ്പിലേക്ക് വരച്ചാൽ മതി കേട്ടോ. അടുത്ത ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ നേരെ എന്ത് വരാം? മെഡിസിൻസ്, മരുന്നുകൾ അല്ലേ. ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടുന്ന എന്താണ്? മരുന്നുകൾ അല്ലേ. അവിടെ കൊടുക്കാം ഹോസ്പിറ്റൽ നേരത്തെ മെഡിസിൻസ് എന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാൻ നോട്ട്ബുക്കിലോട്ട് കറക്റ്റ് ആയിട്ട് അത് എഴുതണം കേട്ടോ. ടെക്സ്റ്റിൽ അത് ചെയ്തതിന് ശേഷം, മാച്ച് ചെയ്ത് വരച്ചതിന് ശേഷം അത് നോട്ട്ബുക്കിലോട്ട് എഴുതണം. അതുപോലെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ഇല്ലേ, അതും കൂടെ നോട്ട്ബുക്കിലോട്ട് എഴുതണം. ചാപ്റ്ററിന്റെ പേര് ചെയ്തിട്ട് ഈ രണ്ട് വർക്കും നോട്ട്ബുക്കിലോട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യണം. ഓക്കെ, പറ്റേ ഉള്ളൂ. EVSന്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെ ടീച്ചർ തരുള്ളൂ കേട്ടോ. ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സും അതുപോലെ മാത്സിലെ ഫോളോവിങ്ങും നോട്ട്ബുക്കിലോട്ട് എഴുതുക. ടെക്സ്റ്റ് പേരൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്ത് പഠിക്കണം കേട്ടോ. റീഡ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോംവർക്ക് ആയിട്ട് തരുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചു നിർത്തിയതല്ലേ. ചാപ്റ്റർ പഠിച്ചതായിരുന്നു. അറ്റ് ദ എയർപോർട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഏതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? where was Kaya going with her mother? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? where was Kaya going with her mother? അല്ലേ, കായ അമ്മയുമായിട്ട് എവിടേക്കാണ് പോയത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തിരിച്ചു വരാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഹൗ മെനി ചെക്കിൻ ബാഗ്സ് ആൻഡ് ഹാൻഡ് ബാഗ്സ് വേർ ദേർ ക്യാരി? എന്താണ്? ഹൗ മെനി ചെക്കിൻ ബാഗ്സ് ആൻഡ് ഹാൻഡ് ബാഗ്സ് വേർ ദേർ ക്യാരി? എത്ര ചെക്കിൻ ബാഗ്സും എത്ര ഹാൻഡ് ബാഗുമായിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരുന്നു? എത്ര ചെക്കിൻ ബാഗ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ? They were carrying one bag for checking in and two handbags. അല്ലേ, രണ്ട് ഹാൻഡ് ബാഗും ഒരു ചെക്കിംഗ് ബാഗും ആയിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ എങ്ങനെ പറയാം? they were carrying one bag for checking and two handbag. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആൻസറും ടീച്ചർ ബോർഡിൽ എഴുതരാം. നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി നിർത്തിയേക്കല്ലേ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആൻസറും ടീച്ചർ ബോർഡിൽ തരാം. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ചെക്കിംഗ് ബാഗ്സ് ആൻഡ് ഹാൻഡ് ബാഗ്സ് വെയർ ദേ ക്യാരി? എന്താണ്? ഹൗ മെനി ചെക്കിംഗ് ബാഗ്സ് ആൻഡ് ഹാൻഡ് ബാഗ്സ് വെയർ ദേ ക്യാരി? അവരുടെ കയ്യിൽ എത്ര ചെക്കിംഗ് ബാഗ്സ് ആൻഡ് ഹാൻഡ് ബാഗ്സ് ഉണ്ടായിരുന്നു? എത്ര ബാഗ്സ് ഉണ്ടായിരുന്നു? ദേ വെയർ ക്യാരിങ് one bag for checking. അല്ലേ, ചെക്കിംഗ് ബാഗ് എത്ര ഉണ്ടായിരുന്നു? one ചെക്കിംഗ് ബാഗും ആൻഡ് two ഹാൻഡ് ബാഗ്സ്. എത്ര ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു? രണ്ട് ഹാൻഡ് ബാഗ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പറയാം, they were carrying one bag for checking and two hand bags. അങ്ങനെ പറഞ്ഞേ, they were carrying one bag for checking in and two hand bags. Question number 5 say,
how many checking bags and handbags were they carried? How many checking bags and handbags were they carried? എത്ര ചെക്കിംഗ് ബാഗ്സ് ആൻഡ് ഹാൻഡ് ബാഗ്സ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു? അങ്ങനെ പറയാം. they were carrying one bag for checking എന്നാണ്, one bag for checking and two hand bags. അല്ലേ? ഹാൻഡ് ബാഗ് ഉണ്ടാകുന്ന നമ്മുടെ കായയുടെ കയ്യിലും അതുപോലെ അമ്മയുടെ കയ്യിലായിട്ട് രണ്ട് ഹാൻഡ് ബാഗ്സും ഒരു ലഗേജ് ഫുൾ ബാഗും ആയിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്ന് പറയാം. they were carrying one bag for checking and two hand bags. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്ന് ഇംഗ്ലീഷിന്റെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യാം, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ എഴുതിയ ശേഷം എന്ത് ചെയ്യാം, അത് നന്നായിട്ട് ബുക്കിൽ എഴുതി പഠിക്കണം കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ പഠിക്കുക. അതുപോലെ EVSന്റെ ടെക്സ്റ്റ് വർക്ക് തന്നിട്ട് ടെക്സ്റ്റ് വർക്ക് നോട്ട്ബുക്കിലൂടെ ചെയ്യാനുള്ളത് ചെയ്യുക, ടെക്സ്റ്റ് റീഡ് ചെയ്യുക കേട്ടോ. അത്രേ ഉള്ളൂ. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം മലയാളം പഠിക്കാം. എല്ലാവരും മലയാളം ടെക്സ്റ്റ് പേജ് നമ്പർ 29 നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം 15 ഒട്ടകം എന്ന പാഠമാണ്. പാഠം 15 ഒട്ടകം എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒട്ടകം ഓ രണ്ട് ഡ ചിഹ്നം ഒട്ടകം. ഒട്ടകം എന്താണ്? മത്സ്യയിലെ വാഹനമാണ് ഒട്ടകം. മത്സ്യയിലെ വാഹനമാണ് എന്താ? ഒട്ടകം. ഒട്ടകം നമ്മൾ ആദ്യം പഠിച്ച വാക്കരാം കോച്ച് ഒട്ടകം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒച്ചിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ തണുപ്പ ക്യാമ്പിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്താ പയ്യനെ പമ്മി എഴഞ്ഞ് പോകുന്ന ഒരു രീതിയാണ് എന്താ ഒച്ചെന്ന് പറയുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഒച്ച് ചന്ദ്രക്കല ഒച്ച് ഒട്ടകം ഒച്ച് ഒന്ന് ഒട്ടകം ഒച്ച് ഒട്ടകം ഒച്ച് ഒന്ന് ചന്ദ്രക്കല. നമ്മൾ നമ്പേഴ്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് 1 2 3 1 2 നമ്മൾ പഠിക്കില്ല. അതില് ഒന്ന് ഒട്ടകം ഒച്ച് ഒന്ന് ഒട്ടകം ഒച്ച് ഒന്ന് ഒട്ടകം ഒച്ച് ഒന്ന് ഒട്ടകം ഒച്ച് ഒന്ന്. നമ്മൾ വെച്ച് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ പറഞ്ഞേ? ഒട്ടകം ഒച്ച് ഒന്ന് ഒട്ടകം ഒച്ച് ഒന്ന്. നമ്മൾ വെച്ച് പഠിച്ച 3 വാക്കുകളാണ് ഒട്ടകം ഒച്ച് ഒന്ന്. ഓക്കേ, എന്താണ് ഓടെ ചിഹ്നം പഠിക്കാൻ പോകുകയാണ്. ഓടെ ചിഹ്നമാണ് ഒറ്റപ്പുള്ളിയും ദീർഘവും. ഒറ്റപ്പുള്ളിയും ദീർഘവും. ഇത് വരണം മോ അല്ലെങ്കിൽ പോ അല്ലെങ്കിൽ ലോ. അങ്ങനെ ഓരോന്ന് അക്ഷരത്തിന് ഇടയ്ക്ക് വരുന്ന ചിഹ്നമാണ്. ഓ വെച്ച് വരുന്ന ചിഹ്നമാണ് ഒറ്റപ്പുള്ളിയും. അക്ഷരം കഴിഞ്ഞിട്ട് ദീർഘവും വരും. മോ പോ ലോ ഓ അങ്ങനെയൊക്കെ ഉച്ചരിക്കും. ലോ വരുന്ന ചിഹ്നമാണ് ഒറ്റപ്പുള്ളിയും ദീർഘവും. കണ്ടോ? മോ പോ ലോ തോ അങ്ങനെ ഓരോ അക്ഷരങ്ങൾ എഴുതിയിട്ട് എന്താ ഓ എന്ന് പറഞ്ഞ് ഉച്ചരിക്കും. ഒറ്റപ്പുള്ളിയും ദീർഘവും ഓ മോ പോ ലോ ഇതൊക്കെ ഉച്ചരിക്കുന്നത്. ഓയുടെ ചിഹ്നമാണ് ഒറ്റപ്പുള്ളിയും ദീർഘവും. ഓ വെച്ച് നമ്മൾ 3 വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒട്ടകം ഒച്ച് ഒന്ന് ഒട്ടകം ഒച്ച് ഒന്ന്. ചിഹ്നങ്ങൾ ഓ വെച്ച് ഒറ്റപ്പുള്ളി ദീർഘവും. അതിനകത്ത് അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ മോ പോ ലോ തോ നോ എന്നൊക്കെ നമ്മൾ
എഴുതാം പഠിക്കാം. പറയാം, എഴുതാം, പഠിക്കാം. ഒന്ന് ഓ ഇന്ന ചന്ദ്രക്കല. ഒന്ന് ഒന്നുള്ള എഴുതിക്കേ. ഡാഷിലോട്ട് എല്ലാവരും എഴുതിക്കോ. ഓ ഇന്ന ചന്ദ്രക്കല. ഒന്ന് ഒന്ന്. അടുത്തത് ഒച്ച. ഓ ഇച്ച ചന്ദ്രക്കല. ഒച്ച ഒച്ച എഴുതിയോ? ഒച്ച എഴുതിയോ എല്ലാവരും? ഓക്കെ. അടുത്തത് ഒരുമ. ഒരുമ. ഓ രു മ. ഒരുമ. ഓ ര ഉച്ചിഞ്ഞു മ. ഒരുമ. ഒരുമ. അടുത്തത് ഒരു. ഓ രു. ഒരു. ഓ രു. ഒരു. ഓ ര ഉച്ചിഞ്ഞം. ഒരു. ഒരു. ഓ രു. ഒരു. അടുത്തത് ഒപ്പം. ഒപ്പം. ഓ പ. ഒപ്പ. രണ്ട് പ. ഇപ്പ. അഞ്ചിന്നം. ഒപ്പം. ഓ ഇപ്പ. അഞ്ചിന്നം വരുമ്പോഴ് ഒപ്പം. ഒപ്പം. അടുത്തത് ഒപ്പ്. ഓ ഇപ്പ ചന്ദ്രക്കല. ഒപ്പ്. 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 ഒന്ന് ഒച്ച. ഒരുമ. ഒരു. ഒപ്പം. ഒപ്പ്. ഇതുകൂടെ പറഞ്ഞേ. ഒന്ന് ഒച്ച. ഒരു. ഒരുമ. ഒരു. ഒപ്പം. ഒപ്പ്. ഒന്ന് ഒച്ച. ഒരുമ. ഒരു. ഒപ്പം. ഒപ്പ്. ഓക്കെ. വായിക്കാം, എഴുതാം, പഠിക്കാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് എഴുതുക, നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതുക, എഴുതി പഠിക്കുക. ടീച്ചർ ഇപ്പോൾ ഓ വെച്ച് പഠിപ്പിച്ച 3 വാക്കുകൾ ഒട്ടകം, ഒച്ച്, ഒന്ന്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതി പഠിക്കുക. ഐറ്റംസ് ഇതൊക്കെ ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ കോപ്പി റൈറ്റ് ബുക്കിലോട്ട് എഴുതി പഠിക്കുക. അതിന്റെ ഫോട്ടോ ടീച്ചർ ഇട്ട് വരിക. നിങ്ങളുടെ നോട്ട്ബുക്ക് എഴുതി പഠിക്കുന്നതിന്റെ ഫോട്ടോ ടീച്ചർ ഇട്ട് വരിക. അല്ലെങ്കിൽ അടുത്തത് പാടി രസിക്കാം. ഓക്കെ. ഒന്നെങ്ങനെ എഴുതാം. ഒന്നെങ്ങനെ എഴുതാം. ഒന്നെന്ന് ഇങ്ങനെ എഴുതാം. ഒന്നെങ്ങനെ എഴുതാം. ഒന്നെങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചെരുവും വേണ്ട, കുരുവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. ടീച്ചറിനോട് പാടിക്കേ. ഒന്നെങ്ങനെ എഴുതാം. ഒന്നെന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചെരുവും വേണ്ട, കുരുവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. ഓക്കെ. ഒന്നെങ്ങനെ എഴുതാം. ഒന്നെന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചെരുവും വേണ്ട, കുരുവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. ടീച്ചറിനോട് എല്ലാവരും പാടിക്കേ. ഒന്നെങ്ങനെ എഴുതാം. ഒന്നെന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചെരുവും വേണ്ട, കുരുവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. ഒന്നെങ്ങനെ എഴുതാം. ഒന്നെന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചെരുവും വേണ്ട, കുരുവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. ഓക്കെ. ഇവിടെ പഠിക്കാം എല്ലാവരും. ഒന്നെങ്ങനെ എഴുതാം. ഒന്നെന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചെരുവും വേണ്ട, കുരുവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. എല്ലാവരും എന്ത് ചെയ്യുക? നല്ലതുപോലെ പാട്ട് പഠിക്കുക. നിങ്ങൾ പാടുന്നതിന് ഒരു വോയിസ് മെസ്സേജ് ടീച്ചർക്ക് ഇട്ട് തരിക. ഓക്കെ.
ടീച്ചർ പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചാൽ മതി. ടീച്ചർ ക്ലിയർ ചെയ്ത് തരാം. ഇത് പഠിച്ച വാക്കുകൾ എന്ത് ചെയ്യുക, ഫൈറ്റേഴ്സിൽ വെച്ച് നിങ്ങൾ റൗണ്ടിലും നോട്ടിലും എഴുതി പഠിക്കുക. അതിൻ്റെ ഫോട്ടോ ടീച്ചർ എടുത്ത് തരിക. അപ്പോൾ നമ്മൾ ഒന്നെന്ന് വെച്ച് പഠിച്ച പാട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പാടിയതിന് ശേഷം